എന്തെങ്ങനെ എഴുതി കൂട്ടുന്നത്? അത് പറഞ്ഞതാ. അതെ, നമ്മളിപ്പം വർക്ക് ചെയ്യാ, അതിന്റെ പേയ്മെന്റ് വാങ്ങുക, എന്നിട്ട് EMI അടയ്ക്കുക, ബാക്കിയുള്ള ചെലവുകളൊക്കെ നടത്തുക, അങ്ങനെ മുന്നോട്ട് പോവാണല്ലോ. അപ്പൊ നമുക്ക് ഒരു ചെറിയൊരു വരുമാനം, അഡീഷണൽ വരുമാനം ഒരു സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അത് നല്ലല്ലേ? ഇത് ഞാൻ എത്ര കാലമായിട്ട് പറയുന്ന, വേറെ ഒന്നും വേണ്ട. ഞാൻ കാച്ചുണ്ടാക്കുന്ന എണ്ണയും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സോപ്പും എന്തൊരു ഡിമാൻഡുള്ള സാധനം. എത്ര ആൾക്കാർ ചോദിക്കുന്നത് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. ഈ കാച്ചുന്ന എണ്ണയ്ക്ക് ഒരു കുഴപ്പമില്ല, ഈ ഉണ്ടാക്കുന്ന സോപ്പിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ഈ ഉണ്ടാക്കുന്ന കാച്ചി എണ്ണ ഒരു കുപ്പിയിലാക്കി ആ കുപ്പി നാട്ടുകാർക്ക് കൊടുക്കുമ്പോ അതിന്റെ മുകളിൽ എത്ര കണക്ക് ലാഭം കിട്ടുന്നത്? വെറും 10 റുപ്യ ഒരു കുപ്പീന്റെ മുകളില്. 10 കുപ്പി വിൽക്കുകയായിരിക്കും. 10 കുപ്പി വെച്ചാൽ 100 റുപ്യ കിട്ടും ലാഭം. ഇതുകൊണ്ട് എന്താ കാര്യം? അതിന്റെ വോള്യൂംസ് കൂടണം. അതായത് ഒരുപാട് ഒരു 1000, 1500, 2000-ഓളം കുപ്പികൾ എനക്ക് വിൽക്കാൻ പറ്റും ഒരു മാസം. അത് നടക്കൂല, എനക്ക് ഉണ്ടാക്കാൻ പറ്റൂല ആ സാധനം. അതേമാതിരി എന്റെ സോപ്പ് എല്ലാവർക്കും ഞാൻ ഉപയോഗിക്കുന്നതാണ്, ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒക്കെ നല്ലതാണ്. അതും നല്ല സോപ്പാണ്. പക്ഷെ അതിന്റെ മുകളിൽ എത്ര 3 റുപ്യ 50 പൈസ എനിക്ക് ലാഭം. നീ ഇന്നലെ കണക്കൂട്ടി ഈ 3 റുപ്യ 50 പൈസ വെച്ചിട്ട് ഈ ഒരു 10 സോപ്പ് കിട്ടിയാൽ എനിക്ക് എത്ര കിട്ടും? 35 റുപ്യ കിട്ടും. അങ്ങനെ അത് അത്രയും ഒരു 10,000 സോപ്പോ പിന്നെ 20,000 സോപ്പോ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അതിനുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കണം. ഞാനിപ്പോ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഫീൽഡ് ഇതാണ്. അപ്പൊ നമ്മൾ കുറെ കാലങ്ങളായിട്ട് വർക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഡയറക്ഷൻ സൈഡിൽ പല രീതിയിൽ. അപ്പൊ എന്താ വെച്ചാൽ ഞാനിപ്പോ നോക്കുമ്പോൾ കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി നമ്മളിപ്പോ ഞാനൊരു സാധനം പ്ലാൻ ചെയ്തത് അതുപോലത്തെ ഒരു സംഭവമില്ല. അതായത് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് വേണ്ടവനും, ഒരു ലെൻസ് വേണ്ടവനും, ഒരു ക്യാമറ ബോഡി വേണ്ടവനും, അല്ലെ ഒരു മൈക്ക് വേണ്ടവനും അത് മാത്രം ചെന്നിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ഫുൾ യൂണിറ്റ് ലൈറ്റ്സ്, ക്യാമറ എല്ലാം കൂടെ ഒരു പാക്കേജ് പടത്തിന് വേണ്ടിയിട്ട് പാക്കേജ് കൊടുക്കുക. ഇതിന്റെ ഒരു ഓഫീസ് നമ്മൾ സെറ്റ് ചെയ്തു. പടത്തിന് വേണ്ട ക്യാമറകൾ, യൂണിറ്റ്, ലൈറ്റ്സ് എല്ലാം നമുക്കുണ്ടാവും. പിന്നെ സിംഗിൾ ചെറിയ പരിപാടികൾ എടുക്കേണ്ട ആൾക്കാർക്ക് 1-2 ലൈറ്റ് എടുക്കാം, അത് കൊണ്ടുപോകാം, അതിന്റെ വാടക വാങ്ങിക്കാം. അതുപോലെ പിന്നെ ഈ പറഞ്ഞ മൈക്ക് മാത്രം എടുത്തു പോകുന്ന ആൾക്കാരുണ്ട്. ചെറിയ റീൽസിന് വേണ്ടി സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അവര് തൊട്ടിട്ട് സിനിമാക്കാർക്ക് വരെ നമ്മൾ പാക്കേജ് കൊടുക്കുക. ചെറിയ സിനിമകൾക്കും വലിയ സിനിമകൾക്കും പാക്കേജ് കൊടുക്കുക. അതിലുപരി പോസ്റ്റ് പ്രൊഡക്ഷൻ, അതായത് എഡിറ്റ്, ഡബ്, കളറിങ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ പാക്കേജ് ആയിട്ട് ഒരു പാക്കേജ് സെറ്റ് ചെയ്യുക. അതാണ് ഞാൻ പ്ലാൻ ചെയ്തോണ്ട്. അതിലൊരു ഓഫീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാൾക്ക് ഒരു ഷോർട്ട് ഫിലിം ആയാലും ശരി, സിനിമ ആയാലും ശരി, അത് എങ്ങനെ ചെയ്യണം, എന്തൊക്കെ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ലാഭകരമാവും എന്നുള്ളതിനെ പറ്റിയിട്ട് അവർക്കൊരു ഗൈഡ് ലൈൻ കൊടുക്കും നമ്മൾ കറക്റ്റ് ആയിട്ട്. അപ്പൊ അത് വെച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ലാഭകരമായിരിക്കും. അതോടൊപ്പം നമ്മളെ ഓരോ സാധനങ്ങൾ റെന്റിൽ കൊടുക്കും. ഈ വിചാരിക്കേണ്ട ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ ഒരുപാട് പൈസ ആവൂലേ? സത്യമാണ്. ലൈറ്റ്സും ക്യാമറയും അതിന്റെ യൂണിറ്റും സംഭവങ്ങളും വണ്ടിയും എല്ലാം എത്തിക്കാൻ ഒരുപാട് പൈസയാവും. അതിനൊക്കെ പരിഹാരം കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടല്ല ഞാനിപ്പോ പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ വേണ്ടതെന്ന് വെച്ചാൽ ഈ നല്ല മനോഹരമായിട്ടൊരു ചെറിയൊരു ഓഫീസ്, ആ ഓഫീസ് നാളെ കൈകാര്യം ചെയ്ത് ആ ഓഫീസ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി വേണല്ലേ അതിന്. ഈ പെൺകുട്ടി അതിസുന്ദരിയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എന്നാ പേടിക്കണ്ട, പെൺകുട്ടി റെഡി. നാളെ തന്നെ വേണം, ഇന്ന് തന്നെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാം. അതാരാ? എന്താ പേര്? വേറെ ആരുമല്ല, ഞാൻ തന്നെ. ചേർക്കാണ്ട് വെള്ളം എടുത്തിട്ട് പാടി. ഓളൊരു സുന്ദരി.